എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ നോമെൻക്ലച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന് പറയുന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം ഐസോമറിസം എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ അതിന്റെ വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റൻ എന്ന് ജസ്റ്റ് നോക്കിയാലോ. 6 കാർബൺ ആറ്റങ്ങളുള്ള ഒരു ചെയിൻ ചുവടെ നൽകിയിരിക്കുന്നു. അപ്പം എ ചെയിൻ ഹാവിംഗ് 6 കാർബൺ ആറ്റംസ് ഈസ് ഗിവൺ ബിലോ. അപ്പൊ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം മൊത്തം ഉണ്ട് കേട്ടോ. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ ഓരോ കാർബണിനും ഹൈഡ്രജൻ ആറ്റങ്ങളെ ഉൾപ്പെടുത്തി ഘടന പൂർത്തിയാക്കുക. കംപ്ലീറ്റ് സ്ട്രക്ചർ ബൈ ആഡിങ് ഹൈഡ്രജൻ ആറ്റം ടു ഈച്ച് കാർബൺ ആറ്റം. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കിയാലോ. ജസ്റ്റ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അല്ലേ. ആദ്യം നമുക്ക് CH3 എന്ന് വരും അല്ലേ. നെക്സ്റ്റ് അടുത്ത് എങ്ങനെയാ വരുന്നത്? CH2. ദെൻ അടുത്ത് എന്താ വരിക? C മാത്രമേ വരുള്ളൂ അല്ലേ. സിയും അതേപോലെ ഒരു H വരും കേട്ടോ. അപ്പുറത്തും ഓരോ വര. ഇതെങ്ങനെ CH3 വരുന്നതെന്ന് വെച്ചാൽ ഈ സിയുടെ അപ്പുറത്തോട്ട് നോക്കുക. ഇവിടെ ഒരു വര കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് സിക്ക് ചുറ്റും എത്ര H ഉണ്ടാവുന്ന നമ്മൾ പഠിച്ചത്? 4 H ഉണ്ടാവാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് അല്ലേ. അപ്പം ഈ സിക്ക് നോക്കുക, ഈ സിയുടെ ഇപ്പുറത്തൊരു വര ഉള്ളത് കൊണ്ട് തന്നെ Hന്റെ കൂടെ നമ്മൾ എത്ര ചേർത്താൽ മതി? 3 എന്ന് ചേർത്താൽ മതി കേട്ടോ. 3യും ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിട്ട്? 4. ഇനി ഈ സിയുടെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കുക. 2 പേര് അവിടെ കിടപ്പുണ്ട്. ഇനി എത്ര പേര് കൊടുത്താൽ മതി? 2 പേര് കൊടുത്താൽ മതി കേട്ടോ. ഈ സീനെ അപേക്ഷിച്ച് നോക്കിയേ. ഈ സീയുടെ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പം 3 പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എത്രണ്ണം അവിടെ കൊടുത്തേക്കുന്നത്? ഒരു Hനെ മാത്രം കൊടുത്തേക്കുന്നത് കേട്ടോ. ഈ നെക്സ്റ്റ് അടുത്ത് നോക്കിയേ. ഇവന് എത്രണ്ണം ആവശ്യമുണ്ട്? എത്ര Hനെ ആവശ്യമുണ്ട്? ഈ സിക്ക് 3 Hനെ ആവശ്യമുണ്ട്. നെക്സ്റ്റ് അടുത്ത ആൾക്ക് എത്ര Hനെ ആവശ്യമുണ്ട്? 2 H കേട്ടോ. നെക്സ്റ്റ് അടുത്തത് CH3 എന്ന് തന്നെ വരും കേട്ടോ. അപ്പോൾ എഴുതുന്ന സിമ്പിൾ ആണ്. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ജസ്റ്റ് നോക്കിയാൽ മതി. ഈ വരകളുടെ എണ്ണം നോക്കുക കേട്ടോ. അപ്പോൾ വരകളുടെ എണ്ണം 2 ആണെങ്കിൽ Hന്റെ അടുത്ത് 2 എന്ന നമ്പർ നമ്മൾ കൊടുത്താൽ മതി. അറിയായിരിക്കുമല്ലോ അല്ലേ. അടുത്ത് റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എഴുതുക, അല്ലെങ്കിൽ തന്മാത്രാ സൂത്രം എഴുതുക. C എത്രണ്ണുള്ളതെന്ന് നമ്മളോട് ക്വസ്റ്റിനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 6 അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? ഇതൊന്നും എഴുതാൻ ഒരു ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിയാൽ മതി കേട്ടോ. C 6, H 14 ഉള്ളത് കേട്ടോ. ഹൗ മെനി കാർബൺ ആറ്റം ആർ ദർ ഇൻ ദ മെയിൻ ചെയിൻ ഓഫ് ദ കോമ്പൗണ്ട്? അപ്പോൾ ഇതിലെ പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? അപ്പോൾ പ്രധാന ചെയിൻ എന്ന് പറയുന്ന മക്കളെ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടല്ല പ്രധാന ചെയിൻ, ഇതാണ് ഇവിടുത്തെ പ്രധാന ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് കേട്ടോ. എത്രയാണ്? 5 ആണ്. റൈറ്റ് IUPAC നെയിം. IUPAC നാമം എഴുതുക. സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റൂലേ. ആദ്യം നമുക്ക് ഇതിന് എന്ത് കൊടുക്കാം? നമ്പർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏത് ഭാഗത്തുനിന്ന് ഇവിടുന്ന് വേണമെങ്കിലും നമ്പർ കൊടുക്കാം, ഇവിടുന്ന് നമ്പർ കൊടുത്താലും ഈ കറക്റ്റ് ഈ ശാഖ ഉള്ളതിന്, അല്ലെങ്കിൽ നമുക്ക് ഈ ബ്രാഞ്ച് വന്നതിന് എത്ര നമ്പർ വരിക? 3 ആണ് കേട്ടോ. സോ നമുക്ക് ഇവിടുന്ന് മോളിൽ നിന്ന് കൊടുത്തേക്കാം. 1, 2, 3, 4, 5 എന്ന് വരും അല്ലേ. അപ്പൊ ശാഖയുള്ളതിന്റെ നമ്പർ എത്രയാണ് നോക്കിക്കേ മക്കളെ? 3 ആണ്. 3 ഇടുക. ഒറ്റ ശാഖയായിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? മീഥൈൽ എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ. ഇനി നമ്മുടെ കാർബൺ ആറ്റത്തിലെ പ്രധാന കാർബൺ ആറ്റത്തിൽ എത്ര ഉണ്ട്? എത്രണ്ണാണ്? മെയിൻ പ്രധാന ചെയിനിൽ എത്ര കാർബൺ ആണ് ഉള്ളത് നോക്കിക്കേ. 5 എണ്ണാണ്. 5 എണ്ണവും അതേപോലെ ഏകബന്ധനം അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പൊ എന്ത് കൊടുത്താൽ മതി? മീഥൈൽ പെൻറ്റേൻ എന്ന് കൊടുത്താൽ ആൻസർ ആയി കേട്ടോ. അപ്പം ജസ്റ്റ് മിസ് മലയാളം കൂടെ എഴുതിയേക്കാം കേട്ടോ. ഇവിടെ എഴുതിയേക്കാം. 3 മീഥൈൽ പെൻറ്റേൻ എന്നാണ് വരിക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട് പോയ ക്വസ്റ്റ്യൻ നമ്പർ 2. ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളുടെ IUPAC നാമം എഴുതുക. റൈറ്റ് ഡൗൺ ദ IUPAC നെയിം ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്സ്. സിമ്പിൾ ആണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ കൊടുക്കുക കേട്ടോ. നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ശാഖ അല്ലെങ്കിൽ ബ്രാഞ്ച് വരുന്നതിന് എന്ത് നമ്പർ വരണം മക്കളെ? ചെറിയ നമ്പർ വരണം കേട്ടോ. അപ്പോൾ 2 സൈഡിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏത് സൈഡിൽ നിന്ന് ഇട്ടാലാണ് ചെറിയ നമ്പർ വരിക എന്നുള്ളത് ആലോചിച്ച് മാത്രം എഴുതുക കേട്ടോ. അപ്പോൾ എങ്ങനെ ഇതിന്റെ പേര് എങ്ങനെ വരിക? ആദ്യം 3 എടുത്ത് എഴുതണം അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്ത് എങ്ങനെ വരും? 3 വരും. അത് കഴിഞ്ഞിട്ട് ഒരു വര ഇടുക. ഒറ്റ ശാഖ ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? മീഥൈൽ എന്ന് കൊടുക്കണം അല്ലേ. ഒറ്റ ശാഖ ഉള്ളതുകൊണ്ടാണ് മീഥൈൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി മെയിൻ ചെയിനിലെ കാർബൺ ആറ്റം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. 5 ആകുമ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഹെക്സൈൻ എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. എന്താ കൊടുക്കേണ്ടത്? ഹെക്സൈൻ. അപ്പോൾ മലയാളത്തിലൂടെ എഴുതിയേക്കാം. 3 മീഥൈൽ ഹെക്സൈൽ കേട്ടോ. സെയിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹെക്സൈൻ ആണ്. ഇന്നാണ് കേട്ടോ. ഇല്ല അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് കേട്ടോ.
അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡബിൾ ബോണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഡബിൾ ബോണ്ട് വരുന്നതിന് എന്ത് നമ്പർ വരണം? ചെറിയ നമ്പർ വരണം കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്പർ കൊടുത്ത് നമ്മുടെ വലത്ത് സൈഡിൽ നിന്ന് നമ്പർ കൊടുത്താൽ എന്ത് വരും? ഡബിൾ ബോണ്ട് വരുന്നതിന് ചെറിയ നമ്പർ വരും. സോ ഇതിന്റെ എങ്ങനെയാ പേര് വരിക എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് വരുന്നതിന്റെ പേര് എഴുതാൻ സിമ്പിൾ ആണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ പേര് എഴുതുന്നത്? ആദ്യം കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കണം. 6 എണ്ണാണ്. 6 എണ്ണാകുമ്പോൾ നമ്മൾ എന്താ പേര് കൊടുക്കുന്നത്? ആദ്യം എക്സ് എന്ന് കൊടുക്കുക. ദെൻ അടുത്ത് എന്താണ്? ഇവിടെ ഡബിൾ ബോണ്ട് വന്നതിന്റെ നമ്പർ നോക്കുക. 2 ആണ്. ഡബിൾ ബോണ്ട് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചേർത്തുകൊണ്ടിരുന്നത്? EN ആണ് ചേർത്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് മലയാളത്തിൽ? എക്സ് എഴുതുക, ദെൻ ഒരു വരി ഇടുക, 2 എഴുതുക, ഒരു വരയും കൂടി ഇടുക, ഈൻ എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താ വന്നേക്കുന്നത്? 3 വര ഉള്ളതുകൊണ്ട് ട്രിപ്പിൾ ബോണ്ട് ആണ് അല്ലേ? അല്ലെങ്കിൽ ത്രിബന്ധനമാണ് എന്ന് പറയാം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഇടണം കേട്ടോ. 5, 6 എന്നീ നമ്പർ വരും കേട്ടോ. അപ്പോൾ ഇവരുടെ പേരും എഴുതുന്നത് സെയിം ആണ്. 6 എന്നുള്ളതുകൊണ്ട് എന്ത് തന്നെ വരിക? എക്സ് വരും. പിന്നെ അടുത്ത നമ്പർ എത്ര വരിക? 2 ആണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നോക്കുക? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കളെ, ഇവിടെ 2, ഇവിടെ ഈ സി ഉണ്ട്, ഇവിടെ ഈ സി ഉണ്ട്, ഈ സി ഉണ്ട്, 2 സി അപ്പുറത്തും ഇപ്പുറത്തും കിടപ്പുണ്ടല്ലോ. അപ്പോൾ ആദ്യം വരുന്ന ആളുടെയാണ് നമ്പർ എടുത്ത് എഴുതേണ്ടത് കേട്ടോ. രണ്ടാമത് വരുന്ന ആളുടെ അല്ല. അതെപ്പോഴും ശ്രദ്ധിക്കണേ. YNE എന്ന് വരും കേട്ടോ. മലയാളത്തിൽ എങ്ങനെ എഴുതുന്നത്? എക്സ് എഴുതുക, പിന്നെ 2 എഴുതുക, എന്താണ്? ഐൻ എന്നാണ് വരിക കേട്ടോ. അടുത്ത് നമുക്ക് കൊടുത്തേക്കുന്ന ആൾ ആരാ നോക്കിക്കേ? COOH ആണ്. അതാരാണ്? കാർബോക്സിലിക് ആണ് അല്ലേ? നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പേര് എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് നമുക്ക് പേര് എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ? ആദ്യം കാർബണിൻ്റെ എണ്ണം നോക്കിയാൽ മതി. എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4, 5 കാർബൺ ഉണ്ട് അല്ലേ? എത്ര കാർബൺ ഉണ്ട്? 5. അപ്പോൾ 5 കാർബൺ ആകുമ്പോൾ നമ്മൾ എന്താണ്? 5 കാർബൺ ആകുമ്പോൾ നമ്മൾ എന്തായിരുന്നു പേരിട്ടുകൊണ്ടിരുന്നത്? പെൻഡേ അല്ലേ? പെൻഡെയിൻ എന്നായിരുന്നു. സോ പെൻഡെയിൻ N വരെ എഴുതുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഓയും ഐയും സിയും കൂടെ ചേർത്തിട്ട് അതിനെ അങ്ങോട്ട് ആസിഡാക്കി മാറ്റിയാൽ മതിയേ. പെൻഡേൻ്റെ വേണ്ട, വെട്ടിക്കളഞ്ഞിട്ട് ആ കൂടെ OIC എന്ന് ചേർത്തിട്ട് ആസിഡും കൂടെ ചേർക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് ആരെ കൊടുത്തേക്കുന്നത് നോക്കിക്കേ? CHO ആണ്. CHO എന്ന് വെച്ചാൽ ഏതാണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ വെട്ടിയിട്ട് പകരം ആര് ചേർക്കണം എന്നായിരുന്നു? Aയിൽ ചേർക്കണം എന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ നമ്പർ കൊടുത്തേ 1, 2, 3, 4 കാർബൺ ആറ്റാണ്. നമ്പർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര കാർബൺ ആറ്റാണ് ഉള്ളത്? 4 കാർബൺ ആറ്റാണല്ലേ? അപ്പോൾ 4 ആകുമ്പോൾ എന്താ പേര് വരിക? ബ്യൂട്ട് എന്നാണ് പേര് വരിക അല്ലേ? ബ്യൂട്ടിൻ്റെ കൂടെ Aയും Nനും ചേർക്കുക. അത് കഴിഞ്ഞ് ആരെ ചേർക്കാൻ പാടില്ല? ഈനെ ചേർക്കാൻ പാടില്ല. കൂടെ ആരെ ചേർത്താൽ മതി? AL അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വെട്ടിയിട്ടാണ് നമ്മൾ ആരെ ചേർക്കുന്നത്? AL ചേർക്കുന്നത്. നെക്സ്റ്റ് അടുത്ത് നോക്കിയോ മക്കളെ? അപ്പോൾ ഇതെന്താ പേര് വരിക? ബ്യൂട്ടനാൽ എന്ന് പേര് വരും കേട്ടോ. നാലെന്ന് ടേണ്ട് ബ്യൂട്ടനാൽ എന്ന് പേര് വരും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. അടുത്തതിന് നമ്മൾ എന്ത് ചെയ്യണം? പേര് കൊടുക്കേണ്ട, പേരല്ല നമ്പർ കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പം നമ്പർ കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? 1, 2, 3, 4, 5 എന്നിങ്ങനെയാണ് നമ്പർ വരിക കേട്ടോ. ഇനി നോക്കിക്കേ മക്കളെ, എത്രയാണ് നമ്പർ വന്നേക്കുന്നത്? 2 ആണ് CO എന്ന് പറയുന്ന ആൾക്ക് നമ്പർ വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ CO ഏത് ഗ്രൂപ്പാണ്? കീറ്റോ ഗ്രൂപ്പാണ്. ഓർമ്മ ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എഴുതണം. അപ്പോൾ എന്ത് വരും? പെൻഡൻ എന്നാണ് എണ്ണം വരുന്നത് അല്ലേ? പെൻഡൻ എന്ന് വെച്ചാൽ എന്താണ്? 5 കാർബൺ ആറ്റം ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി COൻ്റെ നമ്പറാണ് നെക്സ്റ്റ് എടുത്ത് എഴുതുന്നത് കേട്ടോ. COൻ്റെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി ആ കൂടെ ആരെ ചേർക്കണം? ONE ചേർക്കണം കേട്ടോ. ആരെ ചേർക്കേണ്ടത്? ONE ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കിയോ മക്കളെ? അടുത്തത് എങ്ങനെയാണ് നമ്പർ കൊടുക്കുന്നത് നോക്കിക്കേ. അടുത്ത് നമുക്ക് നമ്പർ കൊടുക്കാം അല്ലേ? 1, 2, 3, 4 ശരിയാണോ? ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്ത് കൊടുക്കണം? പേര് കൊടുക്കണം. അപ്പോൾ സിമ്പിളായിട്ട് പേര് കൊടുക്കാവുന്നേ ഉള്ളേ. അപ്പോൾ ശ്രദ്ധിക്കണേ, പേരെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2ൻ്റെ മുകളിലോട്ടൊരു CL വന്നിട്ടുണ്ട്, താഴോട്ടും ഒരു CL വന്നിട്ടുണ്ട് അല്ലേ? പേടിക്കണ്ടില്ല, 2 പ്രാവശ്യം അങ്ങോട്ട് എഴുതിയാൽ മതിയേ. അപ്പോൾ 2 നമ്പർ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ആരെ ചേർക്കുന്നു? ഡൈ എന്ന് ചേർക്കുന്നു. നെക്സ്റ്റ് അടുത്ത് ആരാ ചേർക്കേണ്ടത്? ഡൈ. പിന്നെ എന്ത് വരും? ഡൈ കഴിഞ്ഞിട്ട് CL ആയതുകൊണ്ട് നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഡൈ ക്ലോറോ എന്ന് വരും കേട്ടോ. ഡൈ എന്താ വരുന്നത്? ക്ലോറോ. ഇനി എത്ര കാർബൺ ആറ്റാ ഉള്ളത്? 4 എണ്ണമാണുള്ളത്. 4 എണ്ണാകുമ്പോൾ എന്താ പേര് കൊടുക്കുന്നത്? ബ്യൂട്ടൈൻ എന്നാണ് പേര് കൊടുക്കുക കേട്ടോ. എന്താ പേര് കൊടുക്കുക? ബ്യൂട്ടൈൻ. അപ്പം മലയാളത്തിൽ ഇങ്ങനെ എഴുതുന്നത് 2 വരയിടുക, ഡൈ ക്ലോറോ ബ്യൂട്ടൈൻ എന്നാണ് പേര് വരിക കേട്ടോ.
ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, അടുത്തതിലേക്ക് പോകാം കേട്ടോ. അടുത്തത് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓയാണ് വന്നിരിക്കുന്നത്. ഓ എന്ന് വെച്ചാൽ ഏതാണ് ഗ്രൂപ്പ്? ആൽക്കോക്സി ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കുക. ഒന്നിൻ്റെ കൂടെ എന്ത് ചേർത്താൽ മതി? ഓക്സിജൻ ചേർക്കുക. മറ്റേതിൻ്റെ കൂടെ എന്താ നമ്മൾ ചേർത്തുകൊണ്ടിരുന്നത്? ഓർമ്മയുണ്ടോ? ഒന്നിൻ്റെ കൂടെ ഓക്സിജൻ ചേർക്കണം, മറ്റേതിൻ്റെ കൂടെ എന്താണ്? സാധാ നമ്മൾ ആൽക്കൈനായിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേര് എഴുതി നോക്കാവേ. ഇതിൻ്റെ പേര് എഴുതാൻ സിമ്പിളാണ് കേട്ടോ. എങ്ങനെ പേര് വരുന്നതെന്ന് പറഞ്ഞേ. ഒരു സൈഡിൽ 2 കാർബണും മറ്റേ സൈഡിൽ എത്ര കാർബൺ തന്നെയാണുള്ളത്? 2 കാർബൺ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പേര് എഴുതുന്നത്. ഈതോക്സി ഈഥേൻ എന്നാണ് വരിക കേട്ടോ. ഈതോക്സി. ഓക്കെ, അപ്പോൾ എങ്ങനെ പേര് വരിക? ഈതോക്സി ഈഥേൻ എന്ന് പേര് വരും കേട്ടോ. ഈതോക്സി എന്താ വരിക? ഈഥേൻ. ഈതോക്സി ഈഥേൻ എന്നാണ് പേര് വരിക കേട്ടോ. ഓക്കെ, മലയാളത്തിൽ ഇങ്ങനെ എഴുതാം. ഈതോക്സി ഈഥേൻ. ഈതോക്സി ഈഥേൻ. ഓക്കെ, അടുത്തത് വീണ്ടും ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഇവിടെ ഒരു ഡബിൾ ബോണ്ടും വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെയിനും കിടപ്പ്, ഒരു ശാഖ, ചെയിന് അല്ലെങ്കിൽ ഒരു ശാഖ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ബേജാറാണ്ട. ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്പർ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ സാധാ പോലെ നമ്മുടെ ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ വരുന്ന വിധം വേണം നമ്മൾ നമ്പർ കൊടുക്കാൻ കേട്ടോ. അപ്പം ഡബിൾ ബോണ്ടിന് എത്ര നോക്കിക്കേ, നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ 1, 2, 3, 4. അപ്പോൾ ഡബിൾ ബോണ്ടിന് എത്ര നമ്പർ വന്നേക്കുന്നത്? 2 എന്നാണ് നമ്പർ വന്നേക്കുന്നത് അല്ലേ. ശരിയാണോ? അപ്പം നമ്മൾ ഡബിൾ ബോണ്ടിന്, അപ്പം നാലാമത്തത് ഐ അല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ ഐയുടെ പേരിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നോക്കിക്കേ, എന്താണ് പേര് വരിക? 3-മീഥൈൽ ബ്യൂട്ട്. അടുത്തെന്ത് വരും? ഒരു വര കൊടുക്കുക. ഇവിടെ ഏതാണ്? ഡബിൾ ബോണ്ട് ആണ് അല്ലേ. ഡബിൾ ബോണ്ടിന്റെ നമ്പർ എത്രയാണ് വന്നേക്കുന്നത്? 2 ആണ്. ഇനി എന്ത് കൊടുത്താൽ മതി? ENE എന്ന് കൊടുത്താൽ മതി കേട്ടോ. മലയാളത്തിൽ എങ്ങനെ എഴുതുന്നത്? 3-മീഥൈൽ പിന്നെന്താണ്? ബ്യൂട്ട് എന്ന് വരും അല്ലേ. 3-മീഥൈൽ ബ്യൂട്ട് 2-ഈൻ എന്നാണ് പേര് വരിക കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, അടുത്ത ഇവിടെ എന്താ വന്നേക്കുന്നത്? ട്രിപ്പിൾ ബോണ്ടാണ് വന്നേക്കുന്നത് അല്ലേ. ഏത് ബോണ്ടാണ് വന്നേക്കുന്നത്? ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഇതും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ട്രിപ്പിൾ ബോണ്ടിന് ചെറിയ നമ്പർ വരണം കേട്ടോ. അപ്പോൾ 1, 2, 3, 4 എന്നിങ്ങനെയാണ് നമ്പർ വന്നേക്കുന്നത്. നമ്മുടെ പ്രധാന ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റാണ് ഉള്ളത് അല്ലേ. അപ്പോൾ പേര് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? 3-മീഥൈൽ പിന്നെന്ത് വരും? 3-മീഥൈൽ. പിന്നെന്താണ് വരുന്നത്? 3-മീഥൈൽ ബ്യൂട്ട് അല്ലേ. 3-മീഥൈൽ എങ്ങനെയാണ് വന്നേക്കുന്നത്? ഇവിടെ ബ്രാഞ്ച് കിടക്കുന്നതിൻ്റെ നമ്പർ 3 ആണ്. ഒരു ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? മീഥൈൽ എന്ന് കൊടുത്തു അല്ലേ. ബ്യൂട്ട് എവിടുന്നാണ് കിട്ടിയത്? മെയിൻ ബ്രാഞ്ച് അല്ല, മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 എണ്ണാണുള്ളത്. അങ്ങനെയാണ് അവിടെ എന്ത് വന്നേക്കുന്നത്? ബ്യൂട്ട് എന്ന് വന്നേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് 1 എഴുതുക. പിന്നെ ഇത് ഏത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് ട്രിപ്പിൾ ബോണ്ടിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാൻ എഴുതിയേക്കുന്നത്? 1 എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. ഇനി ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? YNE എന്ന് കൊടുക്കണം. ശരിയാണോ? അപ്പോൾ സിമ്പിൾ ആയിട്ട് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഒന്നുകൂടെ ഉണ്ട് അല്ലേ. ഓക്കെ, അതേ ഉള്ളൂ അല്ലേ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാവേ. ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക. സിമ്പിൾ ആയിട്ട് എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. 2-3-3 ട്രൈമീഥൈൽ ഹെക്സേൻ എന്നാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതുന്നത് നോക്കാം കേട്ടോ. ഫസ്റ്റ് കൊണ്ട് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലേ. 2-3 2 3 ഉണ്ട് അല്ലേ. 2 3 ഉണ്ട്. പിന്നെന്താണ്? ട്രൈമീഥൈൽ ഹെക്സേൻ എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ട്രൈമീഥൈൽ ഹെക്സേൻ ആയതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കാം, മെയിൻ ശാഖയിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടാവും? ഒന്ന് ആലോചിച്ചേ. 6 എണ്ണം ഉണ്ടാവും അല്ലേ. അപ്പോൾ എഴുതാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വിട്ടിട്ട് 6 കാർബൺ ആറ്റം വരയ്ക്കാവേ. എത്ര കാർബൺ ആറ്റാണ്? 6 എണ്ണം വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണേൽ വരയ്ക്കാനേ. 4, 5, then 6. ഇനി നമുക്ക് ഇവന് നമ്പർ കൊടുത്തേക്കാം. ഇവൻ എന്ത് കൊടുത്തേക്കാം? നമ്പർ. എൻ്റെ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. 2, 3, 4, 5, 6. ഇനി ഒന്നുകൂടെ നമ്മുടെ പേര് നോക്കിക്കേ. 2-3-3 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2-3-3 എന്ന് പറയുമ്പം ഇവിടെ ഒരു ശാഖ കിടപ്പുണ്ടാവും അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാവും അല്ലേ. ഇനി 3ൻ്റെ അവിടെ 2 പ്രാവശ്യം 3 എഴുതുകൊണ്ട് മോളോട്ടും താഴോട്ടും എന്തുണ്ടാവും? ഓരോ ശാഖകൾ വീതം ഉണ്ടാകും. റെഡിയാണോ? അതെ അല്ലേ. ഇനി ആരെങ്കിലും നമ്മൾ എഴുതാനുണ്ടോ? ആരും എഴുതാനില്ല, ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ഇനി നോക്കിക്കേ, എച്ചിന് ചേർത്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ എച്ചിന് ചേർത്ത് കൊടുക്കാൻ സിമ്പിളാണ്. ഇവിടെ എത്ര എച്ച വരിക? 3 എച്ച് വരും അല്ലേ. ഇവിടെ ഒറ്റ വരേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര എണ്ണം വരണം? 3 എണ്ണം വരണം. ഇവിടെ എത്ര എച്ച വരിക? 1 എച്ച് മതി. കാരണം ഇവിടെ ഒരാളുണ്ട്, ഇവിടെ
ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരു വര കിടപ്പുണ്ട്. അപ്പോൾ എത്ര എച്ചിന് കൊടുത്താൽ മതി? ഒരു എച്ചിന് കൊടുത്താൽ മതി കേട്ടോ. അപ്പം 4 ആയിട്ട് മാറി. ഇവിടെ എന്താ വരിക? CH3 എന്നാണ് വരിക. ഇവിടെ ഒരാളേ ഉള്ളൂ, സോ ഇവിടെ CH3 വന്നു കേട്ടോ. നെക്സ്റ്റ് അടുത്ത ഇവിടെ നോക്കിക്കേ, C മുകളിൽ ഒരാളുണ്ട്, ഇതാ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പം 4 എച്ച് ഓട്ടോമാറ്റിക്കലി അവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വക എച്ചിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമ്മുടെ വക എച്ചിന് കൊടുക്കണ്ട കേട്ടോ. പക്ഷെ ഇവിടെ എന്ത് കൊടുക്കണം? CH3 എന്ന് കൊടുക്കണം. ഇവിടെ എന്താണ്? H3 എന്ന് ഇവിടെയും കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പൊ ഇവിടെ എത്ര വരിക? ഇവിടെ ഒരാളുണ്ട്, ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോരുത്തർ വീതമാണ്. അപ്പൊ നമ്മൾ വക ഇനി എത്ര കൊടുക്കണം? 2 എച്ചിന് കൊടുക്കണം. ഇവിടെ എത്ര എച്ചിനെ കൊടുക്കേണ്ടത്? 2 എച്ചിനെ. ലാസ്റ്റ് ഉണ്ടാകുമ്പോൾ എത്ര എച്ചിനെയാണ്? 3 എച്ചിനെ കൊടുക്കുന്നത് കേട്ടോ. സിമ്പിൾ ആയിരുന്നേ. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, രണ്ടാമത്തത് ഈതോക്സി ബ്യൂട്ടൈൻ ആണ് കേട്ടോ. അപ്പൊ ഈതോക്സി എന്ന് കാണുമ്പം ബ്യൂട്ടൈൻ സിമ്പിൾ ആണ്, നമ്മുടെ ഓക്സിജൻ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓക്സിജൻ അങ്ങോട്ട് സെന്ററിൽ കൊടുത്തു കേട്ടോ. ഓക്സിജൻ എന്ത് ചെയ്തു? സെന്ററിൽ കൊടുത്തിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓരോ വര വരച്ചിട്ട് അവിടെ സെറ്റാക്കി. ഇനി നോക്കിക്കേ മക്കളെ, ഈതോക്സി ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈതോക്സി ആകുമ്പോൾ ഒരു സൈഡിൽ എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. 2 CH, 2 എന്ത് വരണം? കാർബണും വരണം. മറ്റേ സൈഡിൽ എത്ര കാർബണും വരണം? ബ്യൂട്ടൈൻ ആകുമ്പോൾ എത്ര ആണ്? 4 വരണം അല്ലേ. അപ്പൊ നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ? ഈ സൈഡിൽ നമുക്ക് ഫസ്റ്റ് 2 കൊടുക്കാവേ. 2 കൊടുത്തേക്കാം. ഓക്കെ, ഫസ്റ്റ് 2 കൊടുത്തേക്കാം കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് പോവാവേ. CH3, ഇവിടെ എന്ത് വരും? CH2 എന്ന് വരും കേട്ടോ. ഇനി ഇങ്ങോട്ട് എത്ര വേണം? 4 വേണം. CH2, then CH2, then എന്ത് വരും? CH3 എന്ന് വരും. റെഡി അല്ലേ? സിമ്പിൾ ആയിട്ട് എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈതോക്സി ബ്യൂട്ടൈൻ ആയിരുന്നേ. ഇനി അടുത്ത എന്താണ്? ബ്യൂട്ടൻ 2 ഓൺ ആണ്. ശരിയാണോ? ബ്യൂട്ടൻ 2 എന്താണ്? ഓൺ ആണ്. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതുന്നത് നോക്കാം അല്ലേ. ബ്യൂട്ടൻ 2 ഓൺ ആണ്. അപ്പൊ എന്താ ബ്യൂട്ടൻ 2 ഓൺ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആര് കിടപ്പുണ്ടാവും? CO കിടപ്പുണ്ടാവും കേട്ടോ. ആര് കിടപ്പുണ്ടാവും? CO. അപ്പം ബ്യൂട്ടൻ ആണ് അല്ലേ. ബ്യൂട്ടൻ ആകുമ്പം എത്ര കാർബൺ ആറ്റം ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബ്യൂട്ടൻ 2 എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബ്യൂട്ടൻ 2 ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര വരണം? 2 വരണം. അപ്പം ഈ ചെയിനിൽ മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ടാവുക? 4 ഉണ്ടാവുക കേട്ടോ. ഇനി നമ്മുടെ വക എത്ര വരച്ചു കൊടുത്താൽ മതി? 3 വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ CH3, CO, പിന്നെ എന്ത് വരും? CH2, then എന്ത് വരും? CH3 എന്ന് വരും കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ട് അതും വരയ്ക്കായിരുന്നേ. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, പെന്റ് 1 അയിനാണ് അല്ലേ. അപ്പൊ പെന്റ് 1 അയൻ എന്ന് പറയുമ്പോൾ അയൻ എന്ന് കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കണം ഏത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ടാണ് അല്ലേ, അല്ലെങ്കിൽ ത്രിബന്ധനമാണ്. അപ്പൊ നമ്മളത് വരയ്ക്കുമ്പോൾ 1 എന്ന് പ്രത്യേകം നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. 1 എന്ന് പറയുമ്പോൾ ഒന്നാമത് തന്നെ ആര് വരണം മക്കളെ? ഫസ്റ്റ് നമ്പറിന്റെ അടുത്ത് തന്നെ ആര് വന്നോണം? ട്രിപ്പിൾ ബോണ്ട് വന്നോണം. റെഡി അല്ലേ? ഇനി എന്താണ്? പെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പെന്റ് ആകുമ്പോൾ മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ടാവും? 5 ഉണ്ടാവും അല്ലേ. അപ്പൊ CH കൊടുത്തു. ഇനി 3 വരെ ഉള്ളത് കൊണ്ട് തന്നെ CH ഇവിടെ വരുള്ളൂ. ഇവിടെ എന്താ വരിക? C മാത്രമേ വരുള്ളൂ. കാരണം ഇവിടെ 3 വരണ്ട്. ഇവിടെ എത്ര വരെ ഉള്ളത്? 1 വരെ. അപ്പൊ എത്ര ടോട്ടൽ എത്ര ആയിട്ട് മാറി? 4 ആയിട്ട് മാറി അല്ലേ. നെക്സ്റ്റ് അടുത്ത് എന്ത് വരും? CH2 എന്ന് വരും. ദെൻ അടുത്ത് എന്താണ്? CH2, ദെൻ ലാസ്റ്റ് CH3. അപ്പൊ 5 ആയോ? നോക്കിക്കേ. സിമ്പിൾ ആയിട്ട് 5 ആയി അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവേ. ഹെക്സൻ 2 ഓൾ ആണ് അല്ലേ. അപ്പൊ അതും സിമ്പിൾ ആയിട്ട് എഴുതാം അല്ലേ. Xn 2 ഓൾ ആകുമ്പോൾ അതിൽ ആര് കിടപ്പുണ്ടാവും? OH കിടപ്പുണ്ടാവും അല്ലേ. അപ്പോൾ 2 എന്ന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ OH എത്രാമത്തെ സ്ഥാനത്ത് വരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം? 2ാമത്തെ സ്ഥാനത്ത് വരണം. ഇനി നോക്കിയേ, ഹെക്സൻ ആകുമ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? എത്ര കാർബൺ ആറ്റം ഉണ്ടാവും? മെയിൻ പ്രധാന ചെയിനിൽ 6 കാർബൺ ആറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ 6 കാർബൺ ആറ്റം നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. 6 കാർബൺ ആറ്റം സെറ്റ് ചെയ്യാവേ. 1, 2, 3, 4, 5, 6 കാർബൺ ആറ്റത്തിന് ഞാൻ സെറ്റ് ചെയ്തിട്ട് അടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിന് നമ്പർ കൊടുക്കാവേ. ജസ്റ്റ് നമ്പർ കൊടുത്തേക്കാൻ. 2 എന്ന് പറഞ്ഞിട്ടില്ലേ. 2, 3, 4, 5, 6. ഇനി പേരൊന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുക. പേരെന്താണ്? ഹെക്സൻ 2 ഓൾ ആണ് അല്ലേ. അപ്പോൾ ഹെക്സൻ 2 ഓൾ എന്ന് പറയുമ്പോൾ 2ാമത്തെ സ്ഥാനത്ത് ഇവിടെ 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ഥാനത്ത് ആര് കിടപ്പുണ്ട്? ഒരു OH കിടപ്പുണ്ട്. 2ാം സ്ഥാനത്ത് ആര് കിടപ്പുണ്ട്? OH. അപ്പോൾ ഇവിടെ എന്താ വരിക? ഇനി പൂരിപ്പിച്ച് കൊടുത്തേ. പൂരിപ്പിച്ച് കൊടുത്തേ CH3. പിന്നെ ഇവിടെ എന്ത് വരും? CH വരുള്ളൂ അല്ലേ. 1, 2, 3, 4. അപ്പോൾ സെറ്റായി. നെക്സ്റ്റ് അടുത്ത് എന്ത് വരും? CH2 എന്ന് വരും. പിന്നെ അടുത്ത് എന്താണ്? CH2. ദെൻ അടുത്ത് എന്താണ്? CH2. ലാസ്റ്റ് എന്താണ്? CH3 എന്ന് വരും കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവേ. അടുത്ത് എന്താ കൊടുത്തേക്കുന്നത് നോക്കിക്കേ. 3 ബ്രോമോ ഹെപ്റ്റേൻ. സിമ്പിളായിട്ട് ചെയ്യുക അല്ലേ. എന്താണ്? 3 ബ്രോമോ ഹെപ്റ്റേന്. ഹെപ്റ്റേൻ ആകുമ്പോൾ ടോട്ടൽ എത്ര പേര് വരുന്നു ആദ്യം ആലോചിച്ച് നോക്കുക. എത്ര പേരാ വരിക? 7 ആൾക്കാർ വരും അല്ലേ. എത്ര ആൾക്കാർ വരും? 7 ആൾക്കാർ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 7 ആൾക്കാരൊന്ന് സെറ്റ് ചെയ്യാവേ. 7 കാർബൺ. 1, 2, 3, 4, 5, 6,
7. അപ്പോൾ 7 കാർബൺ അവിടെ സെറ്റായല്ലോ, സെറ്റായി. ഇനി നോക്കിയ മക്കളെ നമ്പർ എത്ര അവിടെ കൊടുത്തേക്കുന്നത്? 3 ആണ്. അപ്പോൾ നമ്പർ ഇവിടെ കൊടുത്തേക്കാം, തെറ്റിപ്പോണ്ട. ഓക്കെ, 3 എന്ന് പറഞ്ഞേ 1 2 3 4 5 6 7 ശരിയാണോ? അപ്പോൾ 3യുടെ സ്ഥാനത്ത് ആര് വരണം? BR അല്ലെങ്കിൽ ബ്രോമോ വരണം. BR അല്ലെങ്കിൽ ആര് വരണം? ബ്രോമോ. BR അങ്ങോട്ട് കൊടുത്താൽ മതി. റെഡിയാണോ? ഇനി നമുക്ക് മൊത്തം Hന് കൊടുക്കാം കേട്ടോ. Hന് കൊടുത്ത് കംപ്ലീറ്റ് ആക്കാം. CH3 CH2 ഇവിടെ ആര് വരും? ഒറ്റ H വരുള്ളൂ. അപ്പുറത്ത് ഇവിടെ ഒരാൾ കിടപ്പുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. സോ 3 ചുറ്റുവട്ടം കിടപ്പുള്ളത് കൊണ്ട് 1ന് കൊടുത്താൽ മതി. ഇവിടെ എത്ര വരും? CH2 എന്ന് വരും. ദെൻ ഇവിടെ എന്താ? CH2 എന്ന് വരും. ദെൻ ഇവിടെ എന്താ വരിക? CH2. ദെൻ ലാസ്റ്റ് കൊണ്ട് എന്താണ്? CH3 എന്ന് വരും കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തുള്ള വരകൾ ശ്രദ്ധിച്ച് എണ്ണ അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആളെ നോക്കാവേ. പെൻറ്റനാൽ. ഓക്കെ, സിമ്പിളായിട്ട് ഇവിടെ തന്നെ ചെയ്തേക്കാം. പെൻറ്റനാലിന് അപ്പുറത്തോട്ടൊന്നും പോകണ്ട, ഇവിടെ തന്നെ ചെയ്തേക്കാം. അപ്പോൾ പെൻറ്റനാലിന് ആരാ വരിക? CHO ഉണ്ടാവും. ആരുണ്ടാവും? CHO. പെൻറ്റനാൽ എന്ന് വരുമ്പോൾ പെൻറ്റൻ എന്ന് വെച്ചാൽ എത്ര കാർബണാറ്റ് അതിൽ ഉണ്ടാവണം? 5 എണ്ണം ഉണ്ടാവണം അല്ലേ? അതിൽ ഒരാൾ ആരായിരിക്കും? നമ്മുടെ CHOൻ്റെ C ആയിരിക്കും ഒരാൾ എന്ന് പറയുന്നത്. പിന്നെ CH2ൻ്റെ CH2 അത് നമ്മൾ എഴുതില്ലേ, കാണിച്ചു തരാവേ. ഇത്രയേ ഉള്ളൂ. ആദ്യം CH3 എഴുതി, ദെൻ CH2 എഴുതി, 2 ആയി, 3 ആയി, ദെൻ CH2 വീണ്ടും എഴുതി, 4 ആയി. ഇനി CHO എഴുതി കഴിഞ്ഞാൽ പെൻറ്റനാലായി. ശരിയാണോ? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനോട്ടോ ആവേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കി മക്കളെ. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നേ. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ ചില സംയുക്തങ്ങളുടെ ഘടനാവാക്യങ്ങളും IUPAC നാമവും നൽകിയിരിക്കുന്നു. തെറ്റായത് കണ്ടെത്തി തിരുത്തി എഴുതുക. അപ്പോൾ ഇത് സിമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ തെറ്റായത് കണ്ടെത്തി തിരുത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായതെന്ന് പറയുന്നത് 1 തെറ്റാണ്. 1ാമത്തെ തെറ്റാണ്. അതേപോലെ ഏതും തെറ്റാണ്? 3ഉം തെറ്റാണ്. നെക്സ്റ്റ് അടുത്ത ഏതാന്ന് വെച്ചാൽ 4ഉം ഇവിടെ എന്താണ്? തെറ്റാണ് കേട്ടോ. 4ാമത്തെ എന്താണ്? തെറ്റാണ്. 1ഉം 3ഉം അതേപോലെ 4ഉം എന്താണ്? ഇവിടെ തെറ്റാണ് കേട്ടോ. ഇത് നമ്മുടെ ഓൾറെഡി ചെയ്ത് നോക്കിയപ്പോൾ എഴുതിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ ഏതാണെന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് വേണ്ട നോക്കിക്കുകയും ഇവിടെ 2 ഈഥൈൽ പെൻറ്റേൻ എന്നാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് നോക്കിയേ മക്കളെ, 2 ഈഥൈൽ പെൻറ്റേൻ ആവുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ പ്രധാന ചെയിൻ എന്ന് പറയുന്നത് ഇതാ ഈ കിടക്കുന്നതാണ് പ്രധാന ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇവനാണ് അവിടുത്തെ ആര്? ശാഖ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് നമ്പർ കൊടുത്തേ മക്കളെ. 1 2 3 4 5 6 ശരിയാണോ? അതെ അല്ലേ. ഇനി എങ്ങനെ വരിക? പേരെങ്ങനെ വരും? 3 എന്ന് വരും. അടുത്ത എന്താ വരിക? 3 മീഥൈൽ. പിന്നെന്താണ്? മീഥൈൽ. ഇനി മെയിൻ ബ്രാഞ്ചിൽ എത്ര ഉണ്ട്? മെയിൻ ബ്രാഞ്ചിൽ 6 പേരുണ്ട് അല്ലേ. മെയിൻ ബ്രാഞ്ചല്ല, മെയിൻ ചെയിനിൽ കേട്ടോ. മെയിൻ ചെയിനിൽ എത്ര പേരുണ്ടെന്ന് നോക്കിക്കുക. 6 കാർബണാറ്റം ഉള്ളതുകൊണ്ട് എന്താ വരിക? ഹെക്സേൻ എന്ന് വരും കേട്ടോ. എന്താ വരിക? ഹെക്സേന്. അപ്പോൾ ഒന്ന് നോക്കിക്കേ, മലയാളത്തിൽ എങ്ങനെ വരും? 3 മീഥൈൽ. പിന്നെന്താണ്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടേ, ഹെക്സേൻ എന്ന് വരും കേട്ടോ. 3 മീഥൈൽ ഹെക്സേന്. 2ാമത് ശരിയാണ്, നമ്മൾ മൈൻഡ് ആക്കണ്ട. അടുത്ത് നോക്കിയ മക്കളെ, അടുത്ത് എങ്ങനെ വന്നേക്കുന്നത്? 1 2 3 4 5 എന്ന് ഞാൻ നമ്പർ കൊടുത്തു കേട്ടോ. ഇവിടെ കൊടുത്തേക്കുന്നത് ഹെക്സ് 3 എന്നാണ് കൊടുത്തേക്കുന്നത്. തെറ്റല്ലേ? കാരണം നോക്കിയേ, ഹെക്സ് 3 YN എന്നാണ് കൊടുത്തേക്കുന്നത്. തെറ്റല്ലേ? നോക്കിയേ മക്കളെ, ഇവിടെ നമ്പർ കൊടുക്കുമ്പം നമ്മുടെ ട്രിപ്പിൾ ബോണ്ടിന് വരുന്ന നമ്പർ എത്രയാടാ? 2 ആണ്. സോ ഈ 3 വെട്ടിട്ട് ഇവിടെ എത്ര എഴുതിയാൽ മതി? 2 അങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, അടുത്തത് പേര് എഴുതിയേക്കുന്നത് 2 3 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തേക്കുന്നുണ്ടോ? 1 2 3 4 5 എന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര നമ്പർ കൊടുത്തിട്ടുണ്ട്? 5 വരെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ എല്ലാവരും ഇറക്കി എഴുതണ്ടേ? 2 എത്ര പ്രാവശ്യം അവിടെ വരും? 2 പ്രാവശ്യം വരും. കാരണം 2 ഇങ്ങോട്ടും ഒരു CL ഉണ്ട്, താഴോട്ടും മുകളോട്ടും ഓരോ CL വീതം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 പ്രാവശ്യം 2 എടുത്ത് എഴുതണം കേട്ടോ. ദെൻ അടുത്ത് എന്താണ്? 3. അപ്പം 3 നമ്പർ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് കാണിക്കണം? ട്രൈ എന്ന് കാണിക്കണം. റെഡിയാണോ? പിന്നെ അടുത്ത് എന്താ വരിക? ക്ലോറോ എന്ന് വരും കേട്ടോ. ക്ലോറോ CL ആയതുകൊണ്ടാണ് അവിടെ ക്ലോറോ വന്നേക്കുന്നത്. പിന്നെന്താണ്? മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. റെഡിയല്ലേ മക്കളെ? 5 എണ്ണം ഉള്ളതുകൊണ്ട് എന്താ വരിക? പെൻറ്റെയിൻ എന്നാണ് വരിക കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാവേ. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റിന് CH3 CH2 OA ഇവിടെ രണ്ട് പേരെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നൽകിയിരിക്കുന്ന സംയുക്തങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഐസോമെറിസം ഏത് എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫങ്ഷണൽ ഐസോമെറിസം ആണ്. ഏത് ഐസോമെറിസം ആണ്?
അഞ്ചാമത്തെ ഗ്രൂപ്പിലെ ഈ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തത് വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദിസ് കോമ്പൗണ്ട് എക്സിബിറ്റ്. ഇത് ഏതാണ്? ഫങ്ഷണൽ ഐസോമറിസം ആണ് അല്ലേ. അപ്പോൾ വെറുതെ ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞു പോയാൽ പോരാ. അപ്പോൾ നോക്കിയ മക്കളെ, ഇവിടെ ഒന്നാമത്തെ എക്സാമ്പിളിൽ ഇവിടെ ആരാ കിടക്കുന്നത്? O ആണ്. ഇവിടെ ആരാ കിടക്കുന്നത്? OH ആണ്. ഇനി ഒന്ന് നോക്കിക്കേ മക്കൾ, ഇതിന്റെ രണ്ടിന്റെയും തന്മാത്ര സൂത്രം അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞേ. ഫസ്റ്റ് വൺ എത്ര വരും? C. അപ്പോൾ നമ്മൾ ഇവിടെ C രണ്ടുപേരേലും C എത്ര ഉള്ളതെന്ന് നോക്കിക്കേ മക്കളെ. C എന്ന് പറയുന്നത് എത്ര ഉള്ളത്? C എന്ന് പറയുന്നത് നമുക്ക് ഇനി നോക്കിയാൽ അറിയാം അല്ലേ. എത്ര? 4 എണ്ണം ഉണ്ട് അല്ലേ. C എന്ന് പറയുന്നത് എത്ര ഉള്ളത്? 4 എണ്ണമാണ് ഉള്ളത്. നമുക്ക് ഇവിടെ എഴുതാം C4 ആണ് കേട്ടോ. C എന്ന് പറയുന്നത് എത്രയാണ്? 4 കേട്ടോ. C എന്ന് പറയുന്നത് 4 ആണ്. നെക്സ്റ്റ് അടുത്ത് നോക്കിയേ, C 4 ആണ് അല്ലേ. C എന്ന് പറയുന്നത് 4 ആണ്. H എന്ന് പറയുന്നത് എത്രയുള്ളത്? H എന്ന് പറയുന്നത് 10 എണ്ണം ഉണ്ട് അല്ലേ. H എന്ന് പറയുന്നത് 10. H 10 ആണ്. നെക്സ്റ്റ് അടുത്ത് നോക്കിയേടാ, അടുത്തത് ഓയുമാണ് അവിടെ കിടക്കുന്നത് അല്ലേ. അടുത്തതിന് എങ്ങനെ വരുന്നത്? C എന്ന് പറയുന്നത് 4 ആണ്. H എന്ന് പറയുന്നത് എത്രയാണ്? H 10 ആണ്. O എന്ന് ലാസ്റ്റ് O മാത്രമാണ് അവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ടുപേരുടെയും എന്ത് സെയിം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടുപേരുടെയും തന്മാത്രാ സൂത്രം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. പക്ഷെ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഫസ്റ്റ് വൺ ഓയും രണ്ടാമത്തെ ഏതാ കിടക്കുന്നത്? OH ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഏത് ഐസോമറിസം ആണെന്ന് പറയാൻ കാരണം? ഫങ്ഷണൽ ഐസോമറിസം ആണെന്ന് പറയാൻ കാരണം കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ സംയുക്തത്തിന്റെ മെറ്റാമറിന്റെ ഘടനാവാക്യം എഴുതുക. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ മെറ്റാമർ ഓഫ് കോമ്പൗണ്ട് 1 എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നുമില്ല. രണ്ടാമത്തെ സ്ഥാനത്ത് കിടക്കുന്ന ഓയിനെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 3-ാം സ്ഥാനത്താണ്. ദെൻ അതിനെ 2-ാം സ്ഥാനത്തേക്ക് ഇട്ട് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? ഒരു മെറ്റാമർ കോമ്പൗണ്ട് ആയിട്ട് മാറി കേട്ടോ. അപ്പം ജസ്റ്റ് എന്താ എഴുതിയാൽ മതി? സ്ഥാനം ഒന്ന് മാറ്റി എഴുതിയാൽ മതി. അപ്പം എങ്ങനെ വരും? CH3 O, പിന്നെ CH2, പിന്നെ എന്താണ് CH3, പിന്നെ നെക്സ്റ്റ് അടുത്ത് എന്ത് വരും? CH3 എന്ന് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് എടുത്ത് ആറാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം കേട്ടോ. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റിനോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചേ, രണ്ട് സംയുക്തങ്ങളുടെ ഘടനാവാക്യം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 കോമ്പൗണ്ട്സ് ആർ ഗിവൺ. 2 കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കേ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റിനിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ കൊടുത്തേക്കുന്നത്? ഒന്നാമത്തെ സംയുക്തത്തിന്റെ IUPAC നാമം എഴുതുക. IUPAC നെയിം ഓഫ് ഫസ്റ്റ് കോമ്പൗണ്ട് എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സംയുക്തം അല്ലെങ്കിൽ ഫസ്റ്റ് കോമ്പൗണ്ട് IUPAC നെയിം എന്ന് പറയുന്നത് എന്താ വരിക എന്നൊന്നും നിങ്ങൾ നോക്കിക്കേ. സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. CHO ആണ് അവിടെ വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ CHO ആകുമ്പോൾ അവിടെ എന്താ വരുന്നത്? മെയിൻ കാർബൺ ആറ്റത്തിന്റെ എണ്ണം നോക്കും. മെയിൻ കാർബൺ ആറ്റത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് അല്ലേ. 5 ആകുമ്പോൾ എന്താ വരിക? പെന്റനാൽ എന്നാ വരിക അല്ലേ. പെന്റനാൽ എന്നാണ് പേര് വരിക കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ, ഇവർ രണ്ട് സംയുക്തങ്ങളും ഐസോമറുകളാണ് എന്ന് പറയാനുള്ള കാരണം എന്ത്? അപ്പോൾ ഇവർ രണ്ടുപേരും ഐസോമോസ് ആണെന്നുള്ളത് പറയാനുള്ള റീസൺ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. രണ്ടുപേരും മോളിക്കുലാർ ഫോർമുല എന്താണ്? സെയിം ആണ് കേട്ടോ. തന്മാത്രാ സൂത്രം എന്താണ്? സെയിം ആണ്. തന്മാത്രാ സൂത്രം തുല്യം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം? സെയിം. Thus 2 compounds are isomers. Why? What is the reason? Same molecular formula കേട്ടോ. Same molecular formula. എടാ ഒന്ന് ശ്രദ്ധിച്ചേടാ, സെയിം മോളിക്കുലാർ ഫോർമുല എന്ന് പറയാം. ഫസ്റ്റ് വണ്ണിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എന്ത് വരും എന്ന് പറഞ്ഞേ? C എത്ര ഉള്ളത്? 5 ഉണ്ട് അല്ലേ. C എന്ന് പറയുന്നത് എത്ര ഉള്ളത്? 5. 1 2 3 4 5 എണ്ണം ഉണ്ട്. ശരിയാണ് അല്ലേ. ഇനി H എന്ന് പറയുന്നത് എത്ര ഉള്ളത്? 5 10 എണ്ണം ഉണ്ട് അല്ലേ. ബാക്കിയുള്ളത് ആരാണ്? O ആണ്. നെക്സ്റ്റ് അടുത്ത് എത്ര വരും? C5 എന്ന് വരും. ശരിയല്ലേ. C5ന് വ്യത്യാസമൊന്നുമില്ല. ഇനി H എന്ന് പറയുന്നത് എത്ര ഉള്ളത്? H എന്ന് പറയുന്നത് 5 5ഉം 10 തന്നെയാണ് അല്ലേ. ഇനി ബാക്കി ആരുള്ളത്? O ആണുള്ളത്. സോ ഇത് ഐസോമേഴ്സ് ആണെന്ന് പറയാം. രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല എന്താണ്? മോളിക്കുലാർ ഫോർമുല സെയിം ആണ് കേട്ടോ. ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ തന്മാത്രാ സൂത്രം സെയിം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇവ ഏത് തരം ഐസോമേഴ്സ് ആണ്? ഇവിടെ ഫസ്റ്റ് കിടക്കുന്ന ആരാണ്? CHO ആണ്. ഇവിടെ കിടക്കുന്ന ആരാണ്? CO ആണ്. അപ്പോൾ രണ്ടുപേരും എന്താണ്? 2 ടൈപ്പാണ് അല്ലേ. പക്ഷേ ഇവരുടെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് 2 ആണ്. പക്ഷെ രണ്ടുപേരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ഇത് ഏത് ടൈപ്പാണ്? ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ് അല്ലേ. ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ് കേട്ടോ. ഫങ്ഷണൽ ഐസോമറിസം ആണ്. മലയാളത്തിലൂടെ എഴുതാം കേട്ടോ. ഫങ്ഷണൽ ആണ് കേട്ടോ. ഫങ്ഷണൽ ഐസോമറിസം ആണ് കേട്ടോ. അത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ അല്ലേ. നെക്സ്റ്റ് അടുത്തത്, റൈറ്റ് ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് ദ സെക്കൻഡ്
കോമ്പൗണ്ട്. രണ്ടാമത്തെ സംയുക്തത്തിന്റെ പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം എഴുതുക. സിമ്പിൾ ആയിട്ട് എഴുതാവുന്നേ ഉള്ളൂ അല്ലേ. എങ്ങനെയാ പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം നമ്മൾ എഴുതുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെ എഴുതാം? CH3 ദെൻ CH2, അടുത്ത ആര് വരും? CO വരും. ദെൻ അടുത്തെന്താണ്? CH2 ദെൻ CH3. ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങൾ സംയോജിച്ച് ഐസോമർ ജോഡികൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി എഴുതുക. ഓരോ ജോഡിയും പ്രദർശിക്കുന്ന ഐസോമർ ഏത് തരമെന്ന് പറയുകയും വേണം കേട്ടോ. ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് മീതോക്സി പ്രൊപ്പൈൻ ആണ്. അപ്പം മീതോക്സി പ്രൊപ്പൈൻ എന്ന് നമ്മുടെ O വരുന്നതാണ് അല്ലേ. അപ്പം ഈ മീതോക്സി പോലത്തെ തന്നെ എയും അതേപോലെ ഡിയും ഇതേതാ കൊടുത്തേക്കുന്നത്? ഈതോക്സി ഈതേനാണ് കൊടുത്തേക്കുന്നത്. അപ്പം എയും ഡിയും ഏതാണ്? മെറ്റാമറിസം ആണ് കേട്ടോ. എയും ഡിയും ഏതാണ്? മെറ്റാമറിസം ആണ് കേട്ടോ. മെറ്റാമറിസം ആണ് കേട്ടോ. മെറ്റാമറിസം. ഓക്കെ, എയും ഡിയും. അടുത്ത് നോക്കിക്കേ, പ്രൊപ്പൻ 1 ഓള്. ഓക്കെ, ഏതാ കൊടുത്തേക്കുന്നത്? പ്രൊപ്പൻ 1 ഓള്. അടുത്ത ഏതാ കൊടുത്തേക്കുന്നത്? പ്രൊപ്പൻ 2 ഓള്. അപ്പോൾ ഇത് രണ്ടും ഏതായിരിക്കും? സിയും അതേപോലെ തന്നെ ഇയും. സിയും ഇയും ഏതായിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ? പൊസിഷൻ ആണ് കേട്ടോ. പൊസിഷൻ കൊടുത്തുള്ളത് തന്നെ പൊസിഷൻ ഐസോമേഴ്സ് ആണ് കേട്ടോ. പൊസിഷൻ ഐസോമറിസം. ഐസോമറിസം ആണ് കേട്ടോ. പൊസിഷൻ ഐസോമറിസം ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ആരാ ഇവിടെ ബാക്കിയുള്ളത്? ബിയും ഉണ്ട് എഫും ഉണ്ട് അല്ലേ. ബിയും പിന്നെ ആരാ ബാക്കിയുള്ളത്? എഫും. ബിയും ഉണ്ട് അതേപോലെ എഫും ഉണ്ട്. അവരേതാണ്? ഒന്ന് നന്നായിട്ട് നോക്കിക്കേ. ചെയിൻ ആണ് കേട്ടോ. രണ്ടുപേരും എന്താണ്? ചെയിൻ ഐസോമേഴ്സ് ആണ് കേട്ടോ. ചെയിൻ ഐസോമേഴ്സ് ആണ്. ഐസോമറിസം. ചെയിൻ ഐസോമറിസം ആണ് കേട്ടോ. അപ്പം നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ മിസ്സിനെ അറിയിക്കുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.